നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മറുനാടൻ മലയാളി ചാനൽ ഉടമ ഷാജൻ സ്കറിയെ പൊതുവഴിയിൽ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ കാറിൽ നിന്ന് വലിച്ചിറക്കി ഉപദ്രവിച്ചതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നിയത്. എൻ്റെ വീഡിയോയുടെ കമന്റ് സെക്ഷൻ മാത്രമല്ല, ഈ വാർത്ത വന്നിട്ടുള്ള എല്ലാ വീഡിയോയിലും അതിൻ്റെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അയാൾക്കത് കിട്ടണമായിരുന്നു, ഇനിയും കിട്ടണം, ആ ചെയ്ത പ്രവൃത്തി നന്നായി, കാണുമ്പോഴെല്ലാം അയാൾക്ക് തല്ലു കൊടുക്കണം എന്നുള്ള രീതിയിൽ ആ പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പ്രവൃത്തി ഏത് കോണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നിയമപരമായിട്ട് ചെയ്തത് തെറ്റാണ്. അത് ആര് ചെയ്താലും, പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിലും ആര് ചെയ്തതാണെന്നുണ്ടെങ്കിലും ചെയ്തത് തെറ്റ് തന്നെയാണ്, വൃത്തികേടാണ്. നിയമപരമായി ശിക്ഷ കിട്ടേണ്ട ഒരു പ്രവൃത്തിയാണ് ആ കാണിച്ചത്. പൊതുവഴിയിൽ പബ്ലിക് ന്യൂയിസൻസ് ഉണ്ടാക്കി ഒരു വ്യക്തിയെ തടഞ്ഞു നിർത്തി അയാളോട് കയ്യേറ്റം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? ആ തെറ്റിനെ നിങ്ങൾ എന്തിനാണ് ന്യായീകരിക്കുന്നത്? ഇതൊന്നും വലിയ അന്തസ്സോ ആണത്തമോ ഒന്നും അല്ല എന്ന് മനസ്സിലാക്കുക. മറുനാടൻ മലയാളി ഒരു ഗുണ്ടയൊന്നുമല്ല, അയാൾ ഒരു വൃത്തികെട്ടവനോ ക്രിമിനലോ ഒന്നുമല്ല. അയാൾ ഒരു ജേർണലിസ്റ്റ് ആണ്, ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ്. അയാൾ അയാളുടെ ചാനലിലൂടെ മാധ്യമ പ്രവർത്തനമാണ് ചെയ്യുന്നത്. പുള്ളി പറയുന്ന കാര്യങ്ങളോട് നമ്മൾക്ക് വിയോജിപ്പുണ്ടാകാം, എതിർപ്പുണ്ടാകാം. ആ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടത് പുള്ളി ചെയ്യുന്ന അതേ രീതിയിലായിരിക്കണം. പുള്ളി വാക്കുകളിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, അതേ രീതിയിൽ വാക്കുകളിലൂടെ നമുക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാം. ഇപ്പൊ നമ്മളെല്ലാവരും ശരിയായ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഒരാളെ തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്തിട്ടാണ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ സമാധാനം മൊത്തത്തിൽ തകർന്നടിയത്തില്ലേ? ഏതായാലും ആ തടഞ്ഞു നിർത്തി അയാളെ ഉപദ്രവിക്കുന്ന വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. മനോജിനോട് മാറാൻ പറഞ്ഞു. പപ്പാടെ ഇങ്ങ് മാറാൻ പറയണം. അയാള് മാനേജ് ചെയ്തോളൂ. പപ്പാടെ ഇങ്ങ് മാറാൻ പോണം. അത് ഷാജൻ ഇവിടെ പപ്പ ഇടപെട്ടത്. അയാൾ മാനേജ് ചെയ്തോളൂ, കുഴപ്പമില്ല. പപ്പയുടെ മാറാൻ പ്രശ്നമാവല്ലേ എന്ന് പറയാം. നൈസായിട്ട് എന്ത് വെളിനിക്കുക. കണ്ടല്ലോ, പൊതുവഴിയാണ്. ഒരു വ്യക്തിയെ അയാളുടെ വാഹനത്തിൽ നിന്ന് വലിച്ച് വെളിയിലേക്ക് ഇറക്കാൻ നോക്കുന്നു, അയാളെ ഉപദ്രവിക്കുന്നു. ഈ പ്രവൃത്തി കൊണ്ട് മറുനാടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടായത്, അതിന് പുറകിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ആ വാഹനത്തിൽ വന്നവർക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടായി. ഒരു പബ്ലിക് ന്യൂയിസൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഇത്രയും വലിയൊരു വൃത്തികേട് കാണിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇത് എന്തോ വലിയ അന്തസ്സാണ് കാണിച്ചത്, ആണത്തമാണ് കാണിച്ചത് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ഈ വീഡിയോ കണ്ടതിന് ശേഷം പറ, ഈ വൃത്തികേടിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ആ വ്യക്തിയെ ഫോളോ ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഇഷ്ടമുള്ള ഒരാളോ ഒന്നുമല്ല ഞാൻ. മറുനാടൻ മലയാളിയെ ഞാൻ നോക്കിക്കാണുന്നത് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അതിൽ പരം വേറൊരു ഇതും എനിക്കില്ല. അയാളെ ഫോളോ ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷേ എന്നിട്ട് പോലും അയാൾ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് എതിർപ്പുകളുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് എതിർപ്പുകൾ രേഖപ്പെടുത്തേണ്ടത്? പുള്ളി പറയുന്ന രീതിയിൽ നമ്മൾ എതിർപ്പുകൾ രേഖപ്പെടുത്തുക. ഇത് നിയമപരമായിട്ടുള്ള തെറ്റല്ലേ ചെയ്തത്? നമ്മുടെ നാട്ടിൽ എന്തിനാണ് നിയമവും നിയമപാലകരും ഒക്കെ? ഇപ്പൊ മറുനാടൻ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് എന്തെങ്കിലും മോശമായിട്ട് അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അയാളെ നേരിടാം. പക്ഷേ ഇത്രയധികം കേസുകളും ഇത്രയധികം ശത്രുക്കളും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഈ മറുനാടൻ എന്ന് പറയുന്ന വ്യക്തി. പുള്ളിക്ക് വലിയ രാഷ്ട്രീയ സപ്പോർട്ടൊന്നുമില്ല. ഒരുപാട് രാഷ്ട്രീയക്കാർ പുള്ളിയുടെ ശത്രുക്കളായിട്ടുണ്ട്, ഒരുപാട് വ്യക്തികൾ പുള്ളിയുടെ ശത്രുക്കളായിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് പോലും അയാളെ പിടിച്ച് അകത്തിടാനൊന്നും സാധിച്ചിട്ടില്ലല്ലോ. അയാൾക്കെതിരെ കുറേ കള്ളക്കേസുകളുണ്ട്. പക്ഷെ എത്രയെത്ര കള്ളക്കേസുകൾ ഉണ്ടായിട്ട് പോലും പുള്ളിയെ പിടിച്ച് അകത്തിടാനോ പൂട്ടിയിടാനോ ആർക്ക് സാധിച്ചിട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? പുള്ളി ഇതുവരെയും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിയമപരമായി ശരിയാണ്. നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പുള്ളി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ തടഞ്ഞു നിർത്താനും ആക്രമിക്കാനും ഒക്കെയുള്ള അവകാശം നമുക്കില്ല. നമുക്ക് അത്തരം അവകാശങ്ങളില്ല.
നമുക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം നല്ല രീതിയിലുള്ളൊരു നാടാണ്. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിചാരിച്ച് ഒരു വ്യക്തി അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അയാളെ ഈ രീതിയിൽ തടഞ്ഞു നിർത്താനോ അയാളെ കയ്യേറ്റം ചെയ്യാനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും തെറ്റ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ കാണിച്ചേക്കുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, മാത്യു കൊല്ലപ്പള്ളി എന്നാണ് ഇയാളുടെ പേര്. ഇയാളാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇയാൾക്ക് നല്ല രീതിയിൽ പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടാവും. കാരണം ഈ കാര്യം ചെയ്തതിനു ശേഷം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വെല്ലുവിളിച്ചുകൊണ്ട് സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇയാൾ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഇയാൾ ഒളിവിലാണ്. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ നിയമപാലകർ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, അയാളെ പിടിച്ചകത്തിടുക. ഇങ്ങനെ എല്ലാവരും ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ സമാധാനം ഇല്ലാതെയാകുമല്ലോ. നമുക്ക് പലരോട് ശത്രുതയുണ്ടാകും, നമുക്ക് പലരോട് എതിർപ്പുണ്ടാകും, വിയോജിപ്പുണ്ടാകും. ആ എതിർപ്പുകൾ നമ്മളെല്ലാവരും ഈ രീതിയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താകും നമ്മുടെ നാടിന്റെ അവസ്ഥ? ഇതുപോലെ നമ്മൾ പോവാണ്, റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴോ അല്ലെങ്കിൽ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴോ നമ്മളോട് എതിർപ്പുള്ള ആൾക്കാർ ഈ രീതിയിൽ നമ്മളോട് പെരുമാറുവാണെന്നുണ്ടെങ്കിൽ ഈ നാടിന്റെ സമാധാനം മൊത്തത്തിൽ ഇല്ലാതെയാകും. ഇപ്പൊ നമുക്കൊരു ബാലൻസ് ഉണ്ട്, ആ ബാലൻസ് നഷ്ടപ്പെടും. ഇവിടെ നിയമവും നിയമപാലകരും ഒക്കെ ഉള്ളത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മളുടെ എതിർപ്പുകളും നിയമപരമായിട്ട് നേരിടുക, നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. വേറെ കുറെ ആൾക്കാരെ കാണാൻ സാധിക്കും. യൂട്യൂബിൽ വന്നിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും മോശപ്പെട്ട വാക്കുകളൊക്കെ പറയുകയും ചെയ്യുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അതും ശരിയായ മാർഗമല്ല. ഇപ്പൊ നമുക്കെതിരെ ആരെങ്കിലും വൃത്തികേട് യൂട്യൂബിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളും തിരിച്ചിരുന്ന് വൃത്തികേട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പം ശരിയായ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ മാക്സിമം നോക്കുക. തെറ്റിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒരു തെറ്റിനെ നമ്മൾ ന്യായീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും ആ തെറ്റിൽ പങ്കുചേരുകയാണ്. ഈ മാത്യു കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഈ മറുനാടനോട് ദേഷ്യം വരാൻ കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇയാളൊരു പ്രണയവിവാഹം നടത്തിയ വ്യക്തിയാണ്. പക്ഷേ ഇയാളുടെ വിവാഹം കഴിഞ്ഞ് 2-ാം മാസമായപ്പോഴേക്കും അയാളുടെ ഭാര്യ അയാളുടെ വീട്ടിൽ തന്നെ സ്വയം ജീവൻ ഒടുക്കിയതായിട്ട് കണ്ടെത്തി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഈ പെൺകുട്ടിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കേസ് വലുതായിട്ട് മുന്നോട്ടൊന്നും പോയില്ല. അപ്പോൾ പ്രണയവിവാഹമായിട്ട് 2-ാം മാസം തന്നെ വധു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊരു സംശയം അവിടെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടത് കൊണ്ടാണ് മറുനാടനോട് ദേഷ്യം എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇയാൾക്ക് കുറെ പാർട്ടി സപ്പോർട്ട് ഉണ്ട്, കുറെ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു പ്രവൃത്തി പബ്ലിക്കായിട്ട് കാണിച്ചിട്ട് അപ്പം തന്നെ മുങ്ങാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്. ആ കമൻ്റ് ഇടുന്നവരും അവരുടെ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. നിങ്ങൾക്ക് മറുനാടനോടുള്ള വിയോജിപ്പ് നിങ്ങൾ ആ കമൻസിലൂടെയാണ് രേഖപ്പെടുത്തിയത്. തെറ്റിനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ആ കമൻസിലൂടെയാണ് രേഖപ്പെടുത്തിയത്. ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. മറുനാടൻ ഒരു മാധ്യമപ്രവർത്തകനാണ്. അയാൾ ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് വിയോജിപ്പുണ്ടാകാം, എതിർപ്പുണ്ടാകാം. ആ എതിർപ്പ് രേഖപ്പെടുത്തേണ്ടത് തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്തിട്ടോ കയ്യൂക്ക് കാണിച്ചിട്ടോ അല്ല. അയാൾക്ക് എന്തായാലും ഒരു 19 വയസ്സിന് മുകളിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ തടഞ്ഞു നിർത്തുക, നമ്മുടെ സ്ട്രെങ്ത് മുഴുവൻ അയാളുടെ ശരീരത്തിലേക്ക് എടുക്കുക, അതൊക്കെ തന്നെ തെറ്റാണ്. നമ്മുടെ നിയമപരമായിട്ട് അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. ശിക്ഷ കിട്ടേണ്ട തെറ്റാണ്. അത്തരം തെറ്റുകളെ നമ്മൾ ന്യായീകരിക്കാതിരിക്കുക. നമുക്ക് ശത്രുതയുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ നേരായ മാർഗത്തിൽ ആ എതിർപ്പ് നമ്മൾ പ്രകടിപ്പിക്കുക.